ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുന്നിലായിരിക്കുമെന്ന് പഠിപ്പിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താക്കന്മാരോട് ഭാര്യമാർ ചെയ്യേണ്ട കടമകളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്, മഹത്വമാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭാര്യ ഭർത്താവിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉണർത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ നിർബന്ധമായും ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള ഫാമിലി ഗ്രൂപ്പുകളുണ്ടാകും, സ്ത്രീകൾ അധികവുമുള്ള ഫാമിലി ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ നിങ്ങൾ കാണുക. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരിക്കലും ഭാര്യമാരെ നിങ്ങൾ പരാതി പറയുന്ന ഭാര്യമാരാവാതിരിക്കുക. പരാതി പറയുന്ന ഭാര്യമാരെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ തീരെ പരാതി പറയണ്ട എന്നല്ല പറഞ്ഞതിനുദ്ദേശം. എല്ലാത്തിനും പരാതി പറയുന്നവർ, ആ പരാതി പറയുന്നതോ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കും പറയുക, അല്ലെങ്കിൽ ജോലിയുടെ എല്ലാ ഭാരങ്ങളും കഴിഞ്ഞ് അതിൻ്റെ ടെൻഷനുമൊക്കെയായി വീട്ടിലേക്ക് വരുന്ന ആ സമയത്ത് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ തന്നെ പരാതിയുടെ കെട്ടയക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഭർത്താക്കന്മാരോട് പരാതി പറയരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് കോട്ടം സംഭവിക്കും. അവരോട് പരാതി പറയാം നിങ്ങൾക്ക്, അത് പറയേണ്ട സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട്, സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പരാതികൾ നിങ്ങൾ പറയുകയും അതിനുള്ള പോൺവഴി നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും വാശി പിടിക്കുന്നവരാകാതിരിക്കുക. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഭർത്താക്കന്മാരോട് സാധനം വാങ്ങുന്ന സമയത്ത് വാശി പിടിക്കേണ്ടത്. ചില സ്ത്രീകൾക്ക് അവർ കണ്ടുവച്ച ഒരു മിക്സി ഉണ്ടാകും, ആ മിക്സി തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുന്നവർ. അതുപോലെ തന്നെ അവർ കണ്ടുവച്ച വാഷിംഗ് മെഷീൻ അത് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ സാധനത്തിനും അവർ കണ്ടുവച്ച വസ്ത്രം അത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നവർ. ഇങ്ങനെ വാശി പിടിക്കുന്നവരാകാതിരിക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ വാശി പിടിക്കേണ്ടത്, നിങ്ങൾ സാധനങ്ങൾ ആവശ്യപ്പെടേണ്ടത് എന്നത് ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഭർത്താവിനിക്ക് നല്ല ശാരീരിക ബന്ധം നൽകുക എന്നുള്ളതാണ്. ശാരീരികമായി ഭർത്താവിനോട് ബന്ധപ്പെടുക എന്നുള്ളത് ഇസ്ലാം വളരെയധികം മഹത്വവൽക്കരിച്ച ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഹറാമിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ തമ്മിലുള്ള വിവാഹ ബന്ധം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരികമായിരിക്കുന്ന ബന്ധത്തിൽ ഭാര്യയ്ക്കും കടമകളുണ്ട്, ഭർത്താവിനും കടമകളുണ്ട്. നാലാമതായി ഭാര്യ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭർത്താവിൻ്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് മുഷിഞ്ഞ വസ്ത്രത്തോടു കൂടി പോകാതിരിക്കുക. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അടുക്കളയിൽ പാത്രം കഴുകി എല്ലാം തുടച്ച് വൃത്തിയാക്കി ചെല്ലുന്ന സമയത്ത് ആ നനഞ്ഞ വസ്ത്രത്തോടുകൂടി ഭർത്താവിൻ്റെ അരികിലേക്ക് ചൊല്ലുമ്പോൾ ഒരുപക്ഷെ ഭർത്താവിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാ ഭർത്താക്കന്മാരും ഒരുപോലെയാണെന്നല്ല പറയുന്നത്. അത് ഇഷ്ടപ്പെടാത്ത ആ സ്വഭാവം ഇഷ്ടപ്പെടാത്ത ഭർത്താക്കന്മാരും ഉണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് വസ്ത്രം മാറ്റി നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടാണ് നിങ്ങൾ ഭർത്താക്കന്മാരുടെ അരികിലേക്ക് ചൊല്ലേണ്ടത് എന്നും അത് പ്രത്യേകം സുന്നത്താണ് എന്നും വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. ആ കാര്യം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഭാര്യമാർ സംശയരോഗികളാവാതിരിക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാറ്റിനും ഭർത്താവിനെ സംശയിക്കുന്നവർ,
ഭർത്താവ് ഫോൺ വിളിച്ചാൽ സംശയം, മൊബൈലിൽ മെസ്സേജ് അയച്ചാൽ സംശയം, അതല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ സംശയം. എന്തിനാണ് പോയത്, എങ്ങോട്ടാണ് പോയത്, ആരുടെ അടുത്തേക്കാണ് പോയത്, മൊബൈലിൽ ഇപ്പോൾ ചാറ്റ് ചെയ്യുന്നത് ആരോടാണ്, ഫോൺ വിളിക്കുന്നത് ആരോടാണ്, ഇങ്ങനെ എല്ലാത്തിനും ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യമാർ. അതുപോലെ തന്നെ തിരിച്ചുമുണ്ട്, ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയം അവിടെ തീർക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. എന്നെങ്കിലേ ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ട് പോവുകയുള്ളൂ. ആറാമതായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഭർത്താവിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു കാര്യവും ഭാര്യയിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഭർത്താവിനെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യങ്ങൾ സംസാരത്തിൽ ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലുണ്ടാവാം. ഭർത്താവ് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ ഭർത്താവിനെ മെയിൻറ്റ് ചെയ്യാതെ ഭാര്യ ഒറ്റക്കങ്ങ് പോവുക, തൻ്റെ കുടുംബത്തിലേക്ക് പോകുന്ന സമയത്ത് ഭർത്താവിനെ ഒന്നുമല്ലാതെയാക്കുന്ന രീതിയിലേക്ക് ഭാര്യമാരുടെ പെരുമാറ്റമുണ്ടാവുക, അതല്ലെങ്കിൽ ഭർത്താവിനെ മോശമാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുക, ഇതൊക്കെ ഭർത്താവിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന സംഗതികളാണ്. അത്തരം കാര്യങ്ങൾ ഭാര്യയിൽ നിന്നൊരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏഴാമത്തെ കാര്യം, വിഷമിക്കുമ്പോൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഭർത്താവിന് ഒരു വിഷമമുണ്ടായി, തൻ്റെ ജോലി സംബന്ധമായ വിഷമമുണ്ടാവാം, ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങളുണ്ടാകാം, മാനസികമായിരിക്കുന്ന പ്രയാസങ്ങളുണ്ടാവാം. ഇങ്ങനെ ഏത് വിഷമഘട്ടങ്ങളിലും ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരായിരിക്കണം ഭാര്യമാർ, ഭർത്താവിനെ സമാധാനപ്പെടുത്തുന്നവരായിരിക്കണം ഭാര്യമാർ. അങ്ങനെയുള്ള ഭാര്യമാരായിരിക്കണം സഹോദരിമാരെ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വിഷമത്തിൽ, ഭർത്താവിൻ്റെ ദുഃഖത്തിൽ നാം പങ്കുചേർന്നുകൊണ്ട് ഭർത്താവിനോട് കൂടെ അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട്, അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരോട് കൂടെ നിൽക്കുന്നവരാവണം. എട്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, മറ്റു പുരുഷന്മാരെക്കുറിച്ച് ഭർത്താവിനോട് പുകഴ്ത്തി പറയാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ഭാര്യ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മറ്റു പുരുഷൻ്റെ സാമ്പത്തികം, മറ്റു പുരുഷൻ്റെ ശാരീരിക ഭംഗി, അവൻ്റെ വസ്ത്രധാരണം, അവൻ്റെ മറ്റു ഗുണങ്ങൾ ഒക്കെ പൊക്കി പറഞ്ഞുകൊണ്ട് സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ മറ്റൊരാളെക്കുറിച്ച് പറയുക. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വിള്ളൽ സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നിങ്ങൾ ആ പറയുന്ന സമയത്ത് എല്ലാം ഭർത്താവ് കേട്ട് നിന്നാലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ഭർത്താവ് ഒരുപക്ഷെ നിങ്ങളോടത് വിളിച്ചു പറയും. നീ അവനെക്കുറിച്ചല്ലേ ധാരാളം പുകഴ്ത്തുന്നത്, അവൻ്റെ കൂടെ നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങളിലേക്ക് അത് ഇടവരുത്തും. ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പൊരു വീഡിയോ നാം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കാണാത്തവർ അത് കാണാൻ വേണ്ടി ശ്രമിക്കണം. ഒൻപതാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഭർത്താവിൻ്റെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് ഭർത്താവിനോട് കുറ്റം പറയാതിരിക്കുക. അത് പ്രത്യേകം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉമ്മ അങ്ങനെയാണ്, നിങ്ങളുടെ ഉപ്പ മോശപ്പെട്ട ആളാണ്, അവർ രണ്ടുപേരിൽ നിന്നുള്ള പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് മാറി താമസിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മയെയും ഭർത്താവിനെയും കുറ്റം പറയാതിരിക്കുക. സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് പറയേണ്ടി വരും, അതൊരു മറ്റൊരു വിഷയമാണ്. അപ്പോൾ ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 10ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭർത്താവ് ദേഷ്യപ്പെടുന്ന സമയത്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. രണ്ട് കൈയും മുട്ടുമ്പോഴാണ് ശബ്ദമുണ്ടാവുക എന്ന് പറയാറുള്ളത് പോലെ തന്നെ ഭർത്താവ് ദേഷ്യപ്പെടുന്ന സമയത്ത് ഭാര്യ മിണ്ടാതിരുന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും. ഭാര്യയും കൂടി അങ്ങോട്ടും ചീത്ത പറയുമ്പോൾ അത് വലിയ കുടുംബ കലഹത്തിലേക്ക് എത്തിച്ചേരും. ഇത് നേരെ തിരിച്ചും നമുക്കും ചിന്തിക്കാവുന്നതാണ്. ഭാര്യ ചീത്ത പറയുന്ന സമയത്ത് ഭർത്താവ് മിണ്ടാതിരുന്നാലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അപ്പോൾ രണ്ടുപേരും പരസ്പരം ആ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ കുടുംബ ജീവിതം വളരെ റാഹത്തിലും സന്തോഷത്തിലുമാകാൻ വേണ്ടി. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുരിയാതിന ഖുർറത അയ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥന നാം എല്ലാ സമയത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് 5 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം ഈ പ്രാർത്ഥന നാം പതിവാക്കിയാൽ നമ്മുടെ കുടുംബജീവിതം വളരെ റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ ജീവിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റി തരുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും റാഹത്തും ബറക്കത്തും അല്ലാഹു തആല നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.